നമസ്കാരം ഡാക്ടർ ഷൂട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഹോളോഗ്രാം എഫക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാന്ന് നോക്കോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ എന്റെ ഫോൺ എടുത്തു, അതിൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. അതിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു വീഡിയോ അതിൽ ഞാൻ സ്ക്രോൾ ചെയ്ത് കാണുന്നത് നമുക്ക് ഇപ്പുറത്തെ സ്ക്രീനിൽ ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഞാൻ എനിക്കതിനെ ഈ വീഡിയോ മാത്രം കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡ്രാഗ് ചെയ്ത് വെച്ചു. അപ്പൊ എനിക്ക് അവിടെ ആ വീഡിയോ കാണാൻ പറ്റും. ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പൊ ഈ ഒരു മോഡലിൽ എങ്ങനെ ചെറിയൊരു ഹോളോഗ്രാം ചെയ്യാനുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് നല്ല അടിപൊളി വീഡിയോസ് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ആർപ്പർ ഫിയർഫെക്ട് സ്റ്റുഡിയോ. ചെറിയൊരു ഹോളോഗ്രാം എഫക്റ്റ് ആണ്. ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ജസ്റ്റ് മൊബൈലിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അത് ഹോളോഗ്രാം ആയിട്ട് മൊബൈൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ട്രാക്കിംഗ് പോയിന്റ് കൂടെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ട് ഗ്രീൻ സ്ക്രീൻ ഒന്നിട്ട് റിമൂവ് ചെയ്ത് ചെറുതായിട്ട് കോർണറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഹോളോഗ്രാം എഫക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അഡ്വാൻസ്ഡുള്ള വീഡിയോ നമുക്ക് അടുത്തായിട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിലും കൂടെ എനിക്ക് വരുന്ന മെസ്സേജുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഫ്യൂഷനിൽ എല്ലാവരും ബേസിക് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയാൽ എവിടെയെങ്കിലും ഞാൻ കട്ടായാൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്ലോ ആയിട്ടായിരിക്കും പോവുക. ലാഗ് ആവുന്ന ബുദ്ധിമുട്ടാവുന്നതിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ. അപ്പോൾ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ പിന്നെ ലാഗ് ആണെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാവണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ടൈം ലൈനിലേക്ക് എൻ്റെ റെക്കോർഡ് ചെയ്ത് വെച്ച ഈ ഒരു സ്ക്രീനിനെ ആഡ് ചെയ്യാണ്. ഈ കാര്യങ്ങളൊക്കെ ബേസിക്കലി വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എന്നാൽ ഞാൻ പറയാണ്. ജസ്റ്റ് ഞാൻ എവിടെ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് അവിടെ വെച്ചിട്ട് ഒന്ന് ട്രിം ചെയ്യാണ്. ഓക്കെ, ഇവിടെ റൈറ്റിൽ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് ഇവിടെ വരെ മതി. ഇവിടെ വെച്ചൊന്ന് ട്രിം ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ ക്ലിപ്പിനെ ഇതിൻ്റെ മുകളിലേക്ക് ആയിട്ട് ആഡ് ചെയ്യാണ്. കാണാനുള്ളൊരു എളുപ്പത്തിന് ഇതാ ഈ ഒരു ഐക്കൺ ഓൺ ആക്കിയാൽ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എവിടെയാണോ പറയുന്നത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അവിടെ ഞാൻ ഫേസ്ബുക്ക് ഓൺ ചെയ്യാന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അവിടെ ഞാൻ ആ മൊബൈലിൽ കൈ കൊണ്ടുവന്ന് അമർത്തുന്ന ആ ഒരു പോയിന്റിൽ ഫേസ്ബുക്ക് ഓൺ ആവുക എന്നുള്ള കണ്ടീഷനിൽ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിനെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെക്കുക. അതിന് മാഗ്നറ്റിക് ടൂൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാണ്. എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം അല്ലേ. അപ്പോൾ ആ ഞെക്കുന്ന സമയത്ത് ആ കറക്റ്റായിട്ട് ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്ക് ഓൺ ആവണം അല്ലേ. നോക്കിക്കോ, ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു. അതിന് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആക്കി കേട്ടോ. ഇനി രണ്ടിനെ ഒന്ന് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് മുകളിലായിട്ട് ന്യൂ ഫ്യൂഷൻ ക്ലിപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഫ്യൂഷൻ ക്ലിപ്പായിട്ട് മാറി. ഓക്കെ അല്ലേ. ഇനി ഞാൻ നേരെ പോകുന്ന ഫ്യൂഷൻ്റെ അകത്തേക്കാണ്. ഫ്യൂഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മെർജ് ആയിട്ട് ആ ഒരു ഫോർഗ്രൗണ്ട് വീഡിയോയും ബാക്ക്ഗ്രൗണ്ട് വീഡിയോയും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഒരു വീഡിയോകൾ രണ്ടും ഏതാണെന്ന് കൺഫേം ആക്കിയ ശേഷം അവനെ ഞാനൊന്ന് റീനെയിം ചെയ്ത് വെക്കാൻ പോവാണ്. F2 പ്രസ് ചെയ്തിട്ട് മീ, ഇത് എൻ്റെ വീഡിയോ അല്ലേ. അപ്പോൾ ഞാൻ മീന്നും താഴെ ഉള്ളത് അതുപോലെ തന്നെ F2 പ്രസ് ചെയ്തിട്ട് റീനെയിം കൊടുക്കുകയാണ്. എന്നിട്ട് അത് ഫോണിൻ്റെ ക്ലിപ്പല്ലേ, അപ്പോൾ ഫോണിന് അടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചോ. ഈ മീ എന്നുള്ള ഈ പോയിന്റ് ഞാൻ ഈ മെർജിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവന്മാരെ മൊത്തം ഔട്ട് വരെ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. കാര്യം എനിക്ക് ആദ്യം കുറച്ച് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് ഈ ഫോണിൻ്റെ അകത്തേക്ക് വരാനുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോകുന്ന കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കണ്ട് കഴിഞ്ഞ് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം എവിടെയെങ്കിലും മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളെ കഴിവുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ മീ എന്നുള്ള കൺഫേം ആക്കി. ഈ ഒരു കോളത്തിൽ നിന്ന് എനിക്ക് ഇനി എടുക്കാനുള്ള ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ്. അവനെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ച ശേഷം മീഡിയ പൂൾ ഒന്ന് ഓഫ് ചെയ്യണേ. ഇനി എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കിട്ടണം. അതിന് മുന്നേ ഈ ഗ്രീൻ സ്ക്രീൻ ഒന്ന് റിമൂവ് ചെയ്യണം അല്ലേ. അപ്പം മീൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അവിടെ അൾട്രാ അല്ലെങ്കിൽ ഡെൽറ്റ ഈ രണ്ട് കീകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. കിയർ എന്നുള്ള വേണമെങ്കിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു അൾട്രാ കിയറും ഉണ്ട്, അതുപോലെ ഡെൽറ്റ കിയറും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അൾട്രാ കിയറിന് ആഡ് ചെയ്യാണ്. രണ്ടിലും സെയിം ഓൾമോസ്റ്റ് ഒരേപോലെയാണ് ചെയ്യുന്നത്. ഈ ഗ്രീൻ ഒന്നിങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ അങ്ങ് കട്ടാവും. അപ്പോൾ ഇവനെ ഞാനൊന്ന് സ്ക്രീൻ 1ലേക്ക് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ 1 പ്രസ് ചെയ്താലും മതി കേട്ടോ. ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് വ്യൂവറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എനിക്ക് എവിടം വരെ കട്ട് ചെയ്യണം, ഓൾമോസ്റ്റ് ഇവിടം വരെ കട്ട് ചെയ്തിട്ട് ആ ഗ്രീനും ഇത്തിരി അല്ല ആ ബ്ലൂവും കുറച്ച് മുന്നോട്ടേക്ക് നീക്കി കഴിഞ്ഞാൽ ആ എക്സ്ട്രാ വരുന്ന ഇവിടെ വരുന്ന കറുപ്പ് ഭാഗം കട്ടാവും. പിന്നെ റെഡിൽ അധികം കളിക്കേണ്ട, റെഡ് നമ്മുടെ സ്കിന്നിൽ വരുന്ന ടോൺ ആയതുകൊണ്ട് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ. ഇപ്പം എനിക്ക് ഈ സൈഡിൽ കുറച്ച് ഭാഗം കൂടെ ക്രോപ്പായിട്ട് പോകണം അല്ലേ. അത് ഞാൻ എന്താ ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ക്രോപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ക്രോപ്പ് കിട്ടിയേ. ഇനി ഈ ക്രോപ്പിൻ്റെ അകത്ത് ആസെപ്റ്റ് റേഷ്യോ കറക്റ്റ് ആവാൻ വേണ്ടി കീപ്പ് ആസെപ്റ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത്തിരി എക്സ് ഉണ്ടോ, എക്സ് സൈസ് ഇത്തിരി വലുതായി കഴിഞ്ഞാൽ വൈ അതിൻ്റെ കൂടെ തന്നെ വലുതാവും. ഓക്കെ, ഇനി ഇവിടെ മാറ്റം വരുന്ന പറയുകയാണെങ്കിൽ ഇയാളെ പിടിച്ചിട്ട് 1ലേക്ക് ഇടണം കേട്ടോ. അത് മറന്നു പോരുത് എപ്പോഴും. ഓക്കെ അല്ലേ. ഇവനൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ഒന്നും കടന്നിട്ട് മേലോട്ടേക്ക് കയറി നിന്നാൽ മതി. പിന്നെ അതിനനുസരിച്ച് നമുക്ക് താഴേക്കും മേലേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, സെറ്റാണ്. ഇനി ഞാൻ വീണ്ടും ഇവനെ 1080 1090 കൊണ്ടുവരികയാണ്. അപ്പോഴും ആ ക്രോപ്പ് ചെയ്ത ഭാഗം അങ്ങ് പോയിട്ടുണ്ടാവും. സെറ്റ് അല്ലേ. ഈ ക്രോപ്പായ ഭാഗങ്ങൾ പോയിട്ടുണ്ടാവും. ബാക്കി ഭാഗങ്ങൾ മൊത്തം
എനിക്കിവിടെ കിട്ടും. എന്നാലും ഈ ഒരു ആസ്പെക്ട് റേഷ്യോ മാറിയത് കറക്റ്റായിട്ട് വരും. ഓക്കെ അല്ലേ? അവിടേക്ക് എന്താ ഷിഫ്റ്റ് സ്പേസ് റീസൈസ് എന്ന് പറഞ്ഞൊരു നോഡും കൂടെ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പോൾ ഈ റീസൈസ് എടുത്തിട്ട് നോക്കിയാൽ 1020 1080 ആണ്. ഇവിടെ കുറച്ചൊരു ഭാഗം പ്രശ്നമായിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ക്രോപ്പിൻ്റെ അകത്ത് ഒന്നുകൂടെ കയറിയിട്ട് ലേശം കൂടെ ഒന്ന് ക്രോപ്പ് ചെയ്തങ്ങ് തട്ടിയാൽ മതി. ഓക്കെ അല്ലേ? എന്നാലും ആസ്പെക്ട് റേഷ്യോ മാറില്ല. കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇത്രയും ചെയ്തു കേട്ടോ. ഇനി എനിക്ക് ബാക്ക്ഗ്രൗണ്ടിന് ആഡ് ചെയ്യണം. ഈ റീസൈസ് കഴിഞ്ഞ ശേഷം അവിടേക്ക് ഈ ഇതിനെ മീഡിയനെ കൊണ്ടുവച്ച് റീസൈസ് എന്നൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ഈ മീഡിയയിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഈ മെർജ് എന്നുള്ള ഈ നോഡിനെ ഇവിടെ 2ലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്നുള്ളത് കാണാൻ പറ്റും അല്ലേ? ഇനി എനിക്ക് ഫോണിൻ്റെ അകത്താണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഫോണിനെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് സ്ക്രീനിലേക്ക് ഇടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്ക്രീനിൽ കാണാൻ പറ്റില്ലേ? അവിടെ എനിക്ക് ഇനി കോർണർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഇതിൻ്റെ അല്ലേ? ഇങ്ങനെയല്ല വേണ്ട, ചെറിയൊരു ഷേപ്പ് വ്യത്യാസം വരണം. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് കോർണറിന് സെർച്ച് ചെയ്താൽ കോർണർ പൊസിഷണർ എന്ന് പറഞ്ഞൊരു നോഡിനെ ആഡ് ചെയ്യാൻ പറ്റും. എന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോർണർ പൊസിഷണർ എടുത്തിട്ട് സ്ക്രീൻ 1ലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇതുപോലെ അതിൻ്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇത് ഏകദേശം ഈ ഒരു ടൈപ്പിലല്ലേ വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു മെർജും ഈ മെർജും തമ്മിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ? ഔട്ടിൽ എനിക്ക് കാണാൻ പറ്റും കറക്റ്റായിട്ട് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം കേട്ടോ, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാം. കറക്റ്റായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക എന്താ പ്രശ്നം എന്നുള്ളത്. ഇത്രാമത്തെ പോയിന്റിലാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ആ ഒരു ടൈം നോട്ട് ചെയ്ത് അയച്ചു തരികയാണ്, എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് മൊബൈലിൻ്റെ അതേ പൊസിഷനിൽ ഞാൻ ഈ ഒരു സ്ക്രീനിനെ അഡ്ജസ്റ്റ് ആക്കിയില്ലേ? ഇതുപോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഓക്കെ അല്ലേ? നമുക്ക് ഇതിൻ്റെ സ്കെയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോം നോഡ് ഉണ്ടാകും. അതിന് ശേഷം അത് ചെറുതാക്കിയും വലുതാക്കിയും ഒക്കെ ചെയ്യാട്ടോ. കണ്ട, ഓക്കെ, നമുക്ക് ഏകദേശം ഈ വലിപ്പം നിന്നോട്ടെ അല്ലേ? അത്യാവശ്യം കാണാവുന്ന രീതിയിൽ, ഫേസിലേക്ക് വരാത്ത രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെക്കാം. ഓക്കെ, ഇത് നിർബന്ധമല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം വലുതാക്കിയും ചെറുതാക്കിയും ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇതിൻ്റെ കളർ ഇത്തിരി കുറയ്ക്കണം അല്ലേ? ഇത്തിരി ട്രാൻസ്പെറൻസി കുറയ്ക്കണം. അതിനെന്താ ചെയ്യുക? ഇവിടെ കൊണ്ട് സൂര്യനെ പോലെ രയിക്കണ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് ആണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. എവിടെ? ട്രാൻസ്ഫോമിൽ ക്ലിക്ക് ചെയ്ത ശേഷം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൽഫ നോഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഗെയിൻ ഇത്തിരി കുറയ്ക്കുകയാണ്. കണ്ടോ, ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ട്രാൻസ്പെറൻ്റ് ആയി അല്ലേ? ഇനി എനിക്കിൻ്റെ കളർ ഇത്തിരി മാറ്റി ഒരു ബ്ലൂ കളറിലേക്ക് വരണം അല്ലേ? അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരുപാട് നോഡുകളുണ്ട് കളറിൻ്റെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഈ ബ്രൈറ്റ്നസ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം കളർ കറക്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു നോഡിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. ഇനി എനിക്കതിന് ഇത്തിരി ബ്ലൂയിഷ് കളറാണ് കിട്ടേണ്ടത്, ഞാൻ ഇത്തിരി ബ്ലൂയിലേക്ക് കൊണ്ടുവരും കേട്ടോ. സാധാരണഗതിയിൽ ഈ ഒരു ബ്ലൂ ഈ ഒരു ടീൽ കളറിലേക്കാണ് കൂടുതലും ഉണ്ടാവുക അല്ലേ? ഈ ഒരു ടീൽ കളറിലേക്ക് ആഡ് ചെയ്തു. വേണമെങ്കിൽ കുറച്ചും കൂടെ ഗെയിന് കുറയ്ക്കുക കേട്ടോ. ആ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. വേറെ എന്തെങ്കിലും കളറാണെങ്കിൽ അതും കൂടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ ഫോൺ മൂവ് ചെയ്യുന്ന പോലെ തന്നെ ഇവനും മൂവ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്കൊരു ഓട്ടോ ട്രാക്കിംഗ് കൂടെ ആഡ് ചെയ്യണം. അടുത്ത് നമ്മൾ ഓട്ടോ ട്രാക്കിംഗ് കൂടെ പറയാൻ പോകണം. അപ്പോൾ എനിക്ക് എവിടെയാണ് മീലാണ് ഓട്ടോ ട്രാക്കർ വരേണ്ടത്. ഓക്കെ, അപ്പോൾ മീലൊന്ന് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ട്രാക്കർ എന്ന് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രാക്കർ കിട്ടും. അത് സർഫേസ് ട്രാക്കർ ഉണ്ട്, പ്ലാനാർ ഉണ്ട്, ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ട്രാക്കർ എന്നുള്ളൊരു ഓപ്ഷനാണ് തൽക്കാലം ചൂസ് ചെയ്യുന്നത്. കാരണം എൻ്റെ ഫോണിൻ്റെ ഇവിടെ ഒരു ഫ്ലാഷിൻ്റെ ഐക്കൺ ഉണ്ട്, ഞാൻ അതിനാണ് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പൊസിഷൻ കണ്ടോ, ഇവിടെ ഞാൻ ഒന്ന് ട്രാക്ക് ചെയ്യാൻ പോവുകയാണ്. കറക്റ്റായിട്ട് ആ വെള്ളം വരുന്ന ഭാഗം ഇവിടേക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഓൾമോസ്റ്റ് എവിടെ നിന്ന് തൊട്ടാ ട്രാക്ക് ആവേണ്ടത് നോക്കുക. അവിടെ കൊണ്ടുവച്ച ശേഷം കറക്റ്റ് പൊസിഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ഇത്തിരി മേലോട്ടേക്ക് ആയിപ്പോയി. ഈ ഒരു കോർണർ ഉണ്ട്, ഈ കോർണർ പിടിച്ച് വലിച്ചിട്ട് ആ വെള്ളയിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ഇങ്ങനെ അവിടെ വെച്ച ശേഷം ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഇവിടെ ട്രാക്കിംഗ് പോയിന്റ് കാണാൻ പറ്റുക. ഫോർഗ്രൗണ്ട് ട്രാക്കിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കണ് അല്ലെങ്കിൽ ഈ ഒരു ഐക്കണ് പ്രസ് ചെയ്യാം. നമ്മൾ ഇവിടുന്ന് മുന്നോട്ടേക്കാണ് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ടത് അല്ലേ? അവിടെ വരെ മറ്റേ സ്ക്രീനില്ല. അപ്പോൾ ട്രാക്കിംഗ് എവിടെയെങ്കിലും ഇതുപോലെ ഇങ്ങനെ ജമ്പ് ചെയ്ത് തെറ്റി പോകുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും ട്രാക്കർ പോയിന്റ് കാണിച്ചു കൊടുത്ത് വീണ്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ വല്ലാതെ സ്ക്രീനിൽ ഇളക്കം വരാത്ത രീതിയിൽ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു എളുപ്പം കിട്ടും. ഓക്കെ, വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ട്രാക്കായി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ കൊണ്ടുവച്ച ശേഷം ഇത്രയും പേരാണ് നമ്മൾ ട്രാക്ക് ചെയ്തേക്കുന്നത് അല്ലേ? ഇവരെ വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഈ മെർജിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവരെ മൊത്തത്തിൽ ഇവിടേക്ക് മൂവ് ചെയ്ത് വെക്കുക. ഫോണിലുള്ള ഒരു മീഡിയനെ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ട്രാക്കറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ട്രാക്കറിൻ്റെ ഈ പച്ച കണക്ടറില്ലേ അവിടേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് ഈ കണക്ടറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ട്രാക്കർ കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ശ്രദ്ധിക്കണം കേട്ടോ.
അവിടെ നമുക്ക് മാച്ച് മൂന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ മൂവ് ആകുന്നത് മാച്ച് ആവും. അപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയില്ല. ഈ കളറുകളൊക്കെ കടന്നിട്ടാണ് പുറത്ത് വരുന്നത്. അതിന് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു ട്രാക്കറിനെ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൗസ് ക്ലിക്ക് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ കണ്ട അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ആയി. ഈ റീസൈസ് എന്നുള്ള ഓപ്ഷൻ കഴിഞ്ഞിട്ട് മെർജ് വരില്ല, അതിന് തൊട്ട് മുന്നേ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് അവിടെ കൊണ്ടുവച്ചാൽ അവിടെ കണക്ട് ചെയ്യണ്ടോ. എന്നിട്ട് പറഞ്ഞ പോലെ ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഈ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ അഡാപ്റ്റീവ് മോഡ് എന്നുള്ള നണ്ണെന്നില്ലേ, എവരി ഫ്രെയിം ഓർ ബെസ്റ്റ് മാച്ച് എന്നുള്ള കൊടുക്കുക. ബെസ്റ്റ് മാച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ ട്രാക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാണ്, ഒന്ന് നോക്കാം അല്ലേ നമുക്ക് ട്രാക്ക് ആയോ എന്നുള്ള കാര്യം. കണ്ടോ ഇപ്പം എൻ്റെ ഫോണ് എങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നുണ്ടോ ആ ഒരു ചെറിയ ജമ്പ് വന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഫോൺ വല്ലാതെ ഷേക്ക് ആകുന്ന രീതിയിൽ ഞാൻ കാല് പൊന്തിച്ച സമയത്ത് അതിൻ്റെ കൂടെ കൈ ഷേക്ക് ആയി പോയതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇതാ ഈ ഒരു ടൈപ്പിൽ ഫോൺ മൂവ് ആകുന്ന സമയത്ത് അതേപോലെ ഇനി എന്താ ചെയ്യുക വെച്ചാൽ ആ ഒരു കൈ എടുത്ത് ഞാൻ അങ്ങോട്ട് വെക്കുന്ന സമയത്ത് ആ വീഡിയോ ക്ലിപ്പ് മാത്രം അപ്പുറത്ത് വന്ന് പ്ലേ ആവണം അല്ലേ. അതിന് ഞാൻ എന്താ ചെയ്യുക, വീണ്ടും ഫ്യൂഷനിലേക്ക് തന്നെ വരികയാണ്. നിങ്ങൾക്ക് ബോറടിക്കുന്നില്ലല്ലോ അല്ലേ, സമയം കുറച്ചായി. ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോകൾ പറയുന്ന സമയത്ത് ഇത്രയും വേണ്ട എന്നുള്ളത് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് ആയിട്ട് ഇവിടെ ഒരു മെർജ് കണ്ടോ, ഈ മെർജ് കൊണ്ട് വലിയ യൂസ് ഇല്ല. അപ്പോൾ ആ മെർജിനെ ഞാൻ തട്ടുകയാണ്, അവിടേക്ക് നമുക്ക് പുതിയ മെർജിനെ ആഡ് ചെയ്യാം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, ഒന്ന് റീനെയിം ചെയ്ത് കേട്ടോ, BG, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഇത്രയും ഏരിയ സക്സസ് ആണ്. നിങ്ങൾക്ക് ഇത്രയും ഏരിയയിൽ എവിടെയും കൺഫ്യൂഷൻ ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. ഓക്കെ അല്ലേ. ഈ ഫോണിനെ തന്നെ ഒന്നും കൂടെ എവിടേക്ക് ആവശ്യമുണ്ട് അല്ലേ. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുക, ഇത്രയും ഏരിയ ഒന്ന് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് കോപ്പി ചെയ്തു, എന്നിട്ട് ഇവിടേക്ക് പേസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ, ജസ്റ്റ് ഇവിടേക്ക് കണക്ട് ചെയ്ത് ഈ മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്താൽ ഒരു മെർജും കൂടെ എനിക്ക് കിട്ടും അല്ലേ. ഇനി ആ മെർജിൻ്റെ അകത്ത് ഈ പച്ച കണക്ടർ തന്നെയാണ് ഇവിടെ കണക്ട് ആയെന്നുള്ളത് കൺഫേം ആക്കണേ. ബാക്ക്ഗ്രൗണ്ട് വരുന്നത് മഞ്ഞ കണക്ടർ, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ മെർജിൻ്റെ അകത്തുനിന്ന് ഈ ഒരു വീഡിയോനെ റൈറ്റിലേക്ക് കൊണ്ടുപോകണം അല്ലേ. ഞാൻ ഈ റൈറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ സെറ്റാക്കിയേ. ഇനി ഞാൻ ഈ മെർജിന് വേണ്ടിയിട്ട് ഒരു ഇത്രയും ഭാഗം കട്ട് ചെയ്യാണ്. അതിലെന്താ ചെയ്യേണ്ടത് അറിയോ, ഇവിടെ ഒരു പോളിഗൺ എന്ന് പറഞ്ഞൊരു നോഡ് കാണാൻ പറ്റും, അതിനൊന്ന് ക്ലിക്ക് ചെയ്യുക. ആ പോളിഗൺ കണക്റ്റ് ആകുമ്പോൾ ഇവിടെ കാണില്ല. അപ്പോൾ ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഡിസ്കണക്ട് ചെയ്യുക, അതിന് മാസ്ക് വരയ്ക്കാനുള്ള ഓപ്ഷനാണ്. മൗസ് നേരെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒരു മാസ്കിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ. എന്നിട്ട് അത് ജസ്റ്റ് ഈ ഒരു മെർജ് നോഡിൻ്റെ നീല കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ കണ്ടോ അവിടെ മെർജായി. ഓക്കെ അല്ലേ. ഇപ്പം നോക്കിക്കോ, അതായത് ഫുള്ള് ഉണ്ടാവും. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട അല്ലേ. ഒരു ഏരിയ എന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, ഇവിടെ കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നില്ലേ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അവിടെ ക്ലിയർ ചെയ്ത് പോലെ. ഇനി ഞാൻ ഈ ഫോണിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലിസ്റ്റിൻ്റെ അകത്ത് ആ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതാക്കണ്ട ഫോൺ, അത് ഒരു കറുപ്പ് കളറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എവിടെ നിന്നാണ് എനിക്ക് അത് തുടങ്ങേണ്ടത് അറിയോ, ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ആ കൈ ഇങ്ങനെ അങ്ങോട്ടേക്ക് എടുത്ത് വെക്കുന്ന ആ ഒരു സീനിലല്ലേ, അവിടെ നിന്ന് വലിച്ച് അവിടെ വെച്ചു. ആ ഒരു സീൻ ആകുമ്പോഴേക്കും മതിയില്ലേ. അവിടെ വരെ ഞാൻ ക്രോപ്പ് ചെയ്യാൻ പോകണേ. ഈ എഡ്ജിൽ കൊണ്ടുവച്ചാൽ ഒരു ഐക്കൺ കിട്ടും കണ്ടോ. എന്നിട്ട് അവിടേക്ക് ഞാനിങ്ങനെ ട്രിം ചെയ്ത് കൊണ്ടുപോയിട്ട് ആ ഒരു വരവ് കുറച്ചുകൂടെ രസകരമായിട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ബാക്കോട്ടേക്ക് ഇവിടുന്ന് പ്ലേ ആയിട്ട് ജസ്റ്റ് ഞാൻ ആ കൈ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ ഒരു വന്നിട്ട് അവിടെ വന്ന് വലുതാവുന്നൊരു ടൈപ്പിലേക്ക് കൊണ്ടുപോകാം അല്ലേ. ഓക്കെ, 490 ഫ്രെയിമിൽ അപ്പിയർ ആയാൽ മതി എന്ന് കരുതുക. അപ്പോൾ അവിടെ കൊണ്ടുവച്ച ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയാം, ഈ കളർ കറക്റ്റർ കഴിഞ്ഞ ശേഷം അവിടേക്ക് ഒരു ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. ട്രാൻസ്ഫോം നോഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ട്രാൻസ്ഫോം നോഡിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പെക്ടർ ഇവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് സെൻറ്റർ പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ കണ്ടോ ഈ ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ കൂടെ മൂവ് ആവും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു പോയിന്റിൽ വെച്ച ശേഷം സെൻറ്റർ പോയിന്റിൽ ഞാനൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു, അതുപോലെ സൈസിലൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു കീ ഫ്രെയിം നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ, അത് അപ്ലൈ ചെയ്തു. എന്നിട്ട് ബാക്കോട്ട് വന്നിട്ട് ഓൾമോസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൈ എടുക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് ഇതിനെന്ത് ചെയ്യും, ഈ ഒരു പൊസിഷനെ ഞാൻ ഇങ്ങോട്ടേക്ക് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടേക്ക് വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അവിടെ എത്തുമ്പോഴേക്കും ഇതിൻ്റെ സൈസും അങ്ങ് 0 ആയിക്കോട്ടെ അല്ലേ. എന്നിട്ട് എൻ്റെ ഒരു വിരൽ പോകുന്ന ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഇനി ഓട്ടോ ട്രാക്കിംഗ് ഒന്നും വേണമല്ല, ജസ്റ്റ് ഓരോ ഫ്രെയിം മുന്നോട്ടേക്ക് അവിടെ സെറ്റ് ആക്കിയ ശേഷം എന്ത് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓരോ പോയിന്റ് ജസ്റ്റ് മുന്നോട്ടേക്ക് നീക്കി കൊണ്ടുവരിക. അപ്പോൾ എൻ്റെ കൈൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത് എന്നുള്ളതൊന്ന് കൺഫേം ആക്കുക. ഓക്കെ അല്ലേ. ഈ ഒരു ഏതെങ്കിലും ഒരു പോയിന്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി അല്ലേ. ഓക്കെ, ഇനി ഈ ടൈം ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഒന്ന് മെല്ലെ ഇങ്ങനെ കൊണ്ടുപോയി നോക്കുക.
ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴേക്കും ആ കൈയുടെ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്ന രീതിയിൽ കൺഫേം ആയിട്ട് വെക്കുക. നല്ല ടൈം എടുത്ത് ചെയ്യുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഐഡിയ ഒന്ന് പറഞ്ഞു തന്നുള്ളൂ, നിങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യുക. ഇതാ ഒരു വീഡിയോനെ ഞാൻ അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വെക്കുന്നു. കുറച്ചും കൂടെ സ്റ്റൈലിഷായിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ഏകദേശം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ സ്ക്രീൻ അങ്ങോട്ടേക്ക് എടുത്ത് വെച്ചു. ഇനി ആ സ്ക്രീൻ ആ ഒരു വീഡിയോ കഴിയുമ്പോൾ തന്നെ ആ സ്ക്രീനും കട്ടായി പോകണമെങ്കിൽ എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ചെയ്ത അതേ ഒരു ഓപ്ഷൻ തന്നെ ചെയ്താൽ മതി. നേരെ ഈ ഒരു പോയിന്റിൽ വരിക. ഇവിടെ നമ്മൾ ഒഴിവാക്കുകയല്ലേ, അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യുക, ഈ ഫോണിനുള്ള ഇതിനെ ഒന്ന് ട്രിം ചെയ്യാം. ഓക്കെ, അവിടെ എത്തുമ്പോഴേക്ക് ആ വീഡിയോ കഴിയുമ്പോഴേക്ക് കട്ടായി പോകും. ഇനി നേരത്തെ അതേ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലേക്ക് തിരിച്ച് വരും പോലെ ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു കളർ ഗ്രേഡൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ സ്റ്റൈലിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങൾ ഒരു ഇഷ്ടത്തിനും അതിൻ്റെ ഒരു നിങ്ങളുടെ കഴിവിനനുസരിച്ചായിരിക്കും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കുറച്ചുകൂടെ മാറ്റി നല്ല സ്റ്റൈലിഷ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ലൊരു സെറ്റപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബേസിക് പറയാൻ പറ്റുന്നത്. അപ്പോൾ വളരെ ലാഗി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.